അപ്പൊ അല്ലദീന അവർ ഒരു കൂട്ടരാകുന്നു, യുഅ്മിനൂന അവർ സത്യമാക്കുന്നു. നമ്മൾ മലയാള ഭാഷയിൽ വിശ്വസിക്കുന്നു പറയുന്നു, പക്ഷെ അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അവർ സത്യമാക്കുന്നു ബിൽ ഗൈബി. അപ്പൊ ഈമാൻ എന്നതിന്റെ ഭാഷാപരമായ അർത്ഥമാണ് അത്തസ്ദീഖ്. ശർഈയായ അർത്ഥം മൂന്നാണ്. ഒന്ന് അൽ അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യമാക്കൽ. ഉദാഹരണത്തിന് ആരെ പോലെ? അയ്യോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അബൂജഹൽ അടക്കമുള്ള ആൾക്കാർ പോയിട്ട് പറഞ്ഞു, ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ പോയി എന്നാ നിന്റെ കൂട്ടുകാരൻ പറയുന്നു. ഇതിനെ സംബന്ധിച്ച്, ഇസ്രാഇനെ സംബന്ധിച്ച്. മാത്രമല്ല അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്ത് പോയിനോ? എന്നെ മിറാജിന് പോയിനാ? സ്വപ്നം കണ്ടതാ? അല്ല, ശരീരത്തോടെ, ഉണർവോടെ, ബോധത്തോടെ പോയിട്ടുണ്ട്. അതാണ് അഖീദ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ. കാരണം ചിലർ അത് സ്വപ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ല. പക്ഷെ സ്വപ്നത്തിൽ കണ്ടതും പോയതും ഒക്കെ റിവായത്തുകൾ സഹിഹായി വന്നിട്ടുണ്ട്. പക്ഷെ ഈ മിഅ്റാജ് ശരീരത്തോട് കൂടി പോയതാണ്. അപ്പൊ ഇത് വന്നിട്ട് പറഞ്ഞു സിദ്ദീഖുൽ അക്ബറിനോട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെയല്ല പറയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ആകാശത്തിൽ നിന്ന് വഹയ്യ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനേക്കാളും വിദൂരത്തുള്ളത് പറഞ്ഞാലും മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. അതാണ് തസ്ദീഖു ബിൽ ഖൽബ്. നാവുകൊണ്ട് വെറുതെ പറച്ചില് മാത്രമല്ല, ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിക്കണം. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. എപ്പോഴാ അംഗീകാരം വരിക? ബോധം ഉണ്ടാവുമ്പോൾ, അത് ബോധ്യപ്പെടുമ്പോൾ. ബോധ്യപ്പെടണമെങ്കിൽ ഇൽമ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീദ, നിർബന്ധമാണ്. അത് ഇതിനു വേണ്ടിയിട്ടാണ്. അതൊക്കെ വെറുതെ കേട്ട കാര്യങ്ങളെ വെറുതെ ഓർത്തു വെക്കൽ മാത്രമായിരിക്കും. അതല്ല ഈമാൻ. മനസ്സിൽ ഓർമ്മയുള്ളതിനെ കൊണ്ട് ഈമാൻ ആവില്ല. ഖൽബിൽ തസ്ദീഖ് ചെയ്യണം, അപ്പോഴേ ആത്മാർത്ഥത വരുള്ളൂ. ആ ആത്മാർത്ഥത ഉണ്ടാകുമ്പോഴേ അത് പ്രാവർത്തികമാക്കുന്നതിൽ ഹലാവത്ത് കിട്ടുള്ളൂ. എന്താ ഹലാവത്തിന്റെ അർത്ഥം? മാധുര്യം. അത്തസ്ദീഖു ബിൽ ഖൽബ്. അബൂബക്കർ സിദ്ദീഖിനെ പോലെ. അന്ന് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടിയത്? സിദ്ദീഖ്, സത്യമാക്കിയവൻ. അതാണ് ഈമാന്റെ ഒന്നാമത്തെ ഭാഗം, ഹൃദയം കൊണ്ട് സത്യമാക്കൽ. 2 അൽ ഇഖ്റാറു ബിൽ ലിസാൻ. അൽ ഇഖ്റാറു, അൽ അലിഫ് ലാം പിന്നെ ഹംസ ഇ ഖാഫ് റാ അലിഫ് റാ. അൽ ഇഖ്റാറു ബിൽ ലിസാൻ. അൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കൽ. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയൽ, പ്രഖ്യാപിക്കൽ എന്നൊക്കെ അർത്ഥം. ബിൽ ലിസാൻ, നാവ് കൊണ്ട്. അതായത് ഖൽബ് കൊണ്ട് തസ്ദീഖ് ചെയ്തതിനെ ഒളിപ്പിച്ച് വെക്കൽ ഈമാനല്ല എന്നർത്ഥം. ആരെയും കാണിക്കാതെ, ആരെയും അറിയിക്കാതെ, പരസ്യമാക്കാതെ ഒളിച്ചു കഴിയൽ അത് ഈമാന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാള് ആദ്യം ചെയ്യേണ്ട ജോലി എന്താ? ഷഹാദത്ത് പറയൽ. ഷഹാദത്ത് അംഗീകരിക്കുന്നത് മനസ്സിലുണ്ടായാൽ പോരാ, തസ്ദീഖ് ഉണ്ടായാൽ പോരാ, അത് നാലാളെ മുമ്പിൽ പറയണം. അഷ്ഹദു എന്ന് പറയണം, എന്നല്ല ഈമാനാവുള്ളൂ. ഒരാള് തസ്ദീഖ് ചെയ്തു, ആരെ പോലെ? അബൂ താലിബിനെ പോലെ, നബിയുടെ മൂത്താപ്പ. എന്താ അബൂ താലിബിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ മുഹബ്ബത്ത് വെച്ച വേറൊരു വ്യക്തി മക്കത്തില്ല, ഇങ്ങനെ സ്നേഹിച്ച ഒരാളില്ല. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. മാത്രമല്ല വഹ്യ് വരുന്ന സമയത്ത് കൂടെ ഉണ്ടായ ആളാണ്. അബൂ താലിബ് ഒരുമിച്ചല്ലേ താമസം. അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ ഒറ്റ വീട്ടിലാണ് താമസം. അപ്പോൾ വഹ്യ് വരുന്നതും കാര്യങ്ങൾ പറയുന്നതും കേൾപ്പിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വിഷയം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം.
അത് അബൂ താലിബ് മരിക്കുന്ന സമയത്ത് സമ്മതിക്കുകയും ചെയ്തു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്ത് ഔ ഹദാറു മസബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീന. മൂത്താപ്പാനോട് പറഞ്ഞല്ലോ, ചെവി പറഞ്ഞാൽ മതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേറെ ആരും കേൾക്കണ്ട. അപ്പൊ പറയാനുള്ള സാഹചര്യം എന്താ അറിയോ? അബ്ദുൽ മുത്തലിബ് മരിക്കാൻ കിടക്കാണ് അബൂ താലിബ്. അപ്പൊ അബൂജഹലും മറ്റ് നേതാക്കന്മാരും ഒക്കെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. എന്നിട്ട് പറയും അബൂ താലിബിനോട്, നീ അതർഗബു അൻ മില്ലതി അബീക അബ്ദുൽ മുത്തലിബ്, നിങ്ങളെ ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ ദീൻ വിട്ട് പുതിയ ദീൻ സ്വീകരിച്ചിട്ട് മരിക്കാൻ പോവാണോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ മുണ്ടാതിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി പറയും, ഇനി അവരൊന്നും കേൾക്കണ്ട, എന്റെ ചെവി മാത്രം പറഞ്ഞോ, ഞാനേ അറിയുള്ളൂ. ഞാൻ അത് വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ അങ്ങയ്ക്ക് വേണ്ടി വാദിച്ചോളാം എന്ന ഹദീസിലുള്ളത്. ഒരൊറ്റ പ്രാവശ്യം കലിമ പറഞ്ഞാൽ മതി, നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിൽ എനിക്ക് സാക്ഷി പറയാം, എന്റെ മൂത്താപ്പത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞ വാക്കാണ്. അത് കളിച്ചോട്ടെ, പിള്ളേർ കളിക്കാതിരിക്കൂല, പിള്ളേർ കളിക്കട്ടെ. ആ കളിയില്ലെങ്കിൽ ആ പിള്ളറല്ല എന്നർത്ഥം. എന്നെ പേടിക്കാനേ, പിന്നെ ഞാൻ പേടിപ്പിച്ചിട്ട്. നോക്ക്, ശ്രദ്ധിക്കുക, ഒന്നുമില്ല, ഗുണമൊന്നും ആവുന്നില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞ? അന്നേരം പറഞ്ഞതാണ്, വലഖദ് അലിംതു, മോനെ എനിക്കറിയാം, ബിഅന്ന ദീന മുഹമ്മദി, മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഇന്ന് നിലവിലുള്ള ദീനുകളിൽ ഏറ്റവും ഖൈറായതാണ് എന്നെനിക്കറിയാം. അന്ന് ഏതൊക്കെ ദീൻ നിലവിലുണ്ട്? മക്കത്ത് മുശ്രിക്കീങ്ങളാണ്, മദീനയിൽ ജൂതന്മാരുണ്ട്, സിറിയയിൽ നസാറാക്കലുണ്ട്, പേർഷ്യയിൽ മജൂസികളുണ്ട്. അങ്ങനെ കുറെ മതങ്ങൾ അന്നുണ്ട്. ഒക്കെ അബൂ താലിബിന് അറിവ് ചെയ്യാൻ കാരണം കച്ചവടക്കാരനാണ്, പല യാത്രകളും ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതിലെല്ലാം ഖൈർ നീ പറയുന്ന ദീനാണെന്ന് എനിക്കറിയാം. അപ്പൊ തസ്ദീഖ് ചെയ്തു, മനസ്സുകൊണ്ട് അംഗീകരിച്ചു. പക്ഷെ ലൗലൽ മലാമതു ഔ ഹദാറു മസബ്ബത്തിൻ, ഞാനത് പറഞ്ഞാൽ എന്നെ ആൾക്കാർ ചീത്ത പറയും, കളിയാക്കും എന്നൊരു ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ ലവജദ്തനി സംഹം ബിദാക മുബീന, ഞാനത് ഉറക്കെ പറഞ്ഞ് മുറുകെ പിടിച്ച് മരിക്കുമായിരുന്നു. പക്ഷെ കാഫിറായിട്ട് മരിച്ചു. അബൂ താലിബ് നരകത്തിലാണ്. അംഗീകരിക്കാത്തോണ്ടാ? അംഗീകരിച്ചു, പക്ഷെ ഇഖ്റാറും ബിൽ ലിസാൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയും. മൂന്നാമത്തേത് അൽ അമലു ബിൽ ജവാരിഹ്, അൽ അമലു ബിൽ ജവാരിഹ്, അൽ അമലു ബിൽ ജവാരിഹ്. ജവാരിഹ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കൽ. അൽ അമലു ബിൽ ജവാരിഹ്. എഴുതിയിട്ട് പോക്കേ ഉള്ളൂ, അല്ല വായിച്ചു നോക്കലുണ്ടാ? വായിക്കുക, പറഞ്ഞു കൊടുക്കുക, അപ്പൊ മറക്കൂല. വീട്ടിലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, ചങ്ങായിമാർക്ക് പറഞ്ഞു കൊടുക്കാം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞു കൊടുത്തോളി. ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയുമ്പോൾ ഇവിടെ വലിയൊരു പഠിപ്പുകാരി വന്നിനി, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, എന്നാലും പറയേണ്ടത് പറയാ. കാരണം നമ്മളെ ഉദ്ദേശം നമ്മളെ ഇസ്ലാഹാണ്, മറ്റുള്ളവരെ നന്നാക്കലല്ല. എന്താ പറഞ്ഞ അൽ അമലു ബിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കൽ. തസ്ദീഖ് ചെയ്തു, അത് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇനി വേണ്ടത് ബാഹിറായ അമലുകളാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലുള്ള ബാഹിറായ ഇസ്ലാമിന്റെ ഷിആറുകളെ അമൽ ചെയ്യൽ, അതും ഈമാന്റെ ഭാഗമാണ്. ഒരാൾ എങ്ങനെ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, പക്ഷെ നിസ്കരിക്കൂല, അയാൾ മുഅ്മിനല്ല. കാരണം അവയവങ്ങളെ കൊണ്ട് ആ തസ്ദീഖ് ചെയ്തതിനെ പ്രവർത്തിച്ച് കാണിക്കൽ ഈമാന്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ ഈമാനാവില്ല. അതാണ് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം സൂചിപ്പിക്കുന്നത്. എപ്പോഴാ ലൻ തനാലുൽ ഉറക്കം വരുന്നുണ്ടാ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാവൂല. ഇത് കേട്ടപ്പാണ് അബൂ തൽഹ ഓടി വന്നത്.
സൂറ ഇങ്ങനെ ആയത്തിറങ്ങിന്ന് കേട്ടല്ലോ, സ്വർഗം കിട്ടൂല, കിട്ടും. എന്നാ പിന്നെ ബൈറുഹാവ് തോട്ടം ഞാനിതാ അള്ളാന്റെ മാർഗത്തിൽ തന്നിരിക്കുന്നു. ഇതാണ് അമലു ബിൽ ജവാരിഹ്. അത്ര ഉറപ്പാണ് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ. അത് പ്രതീക്ഷിച്ച് അമൽ ചെയ്യും. ഈ മൂന്നെണ്ണാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. തസ്ദീഖു ബിൽ ഖൽബ്, വൽ ഇഖ്റാറു ബിൽ ലിസാൻ, വൽ അമലു ബിൽ ജവാരിഹ്. നാലാമത്തേത് അതിൻ്റെ ഒരു വാൽക്കഷണമുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പിന്നെ അഖീദ പ്രകാരം ഈമാൻ എന്നതിൻ്റെ ഒരു വാൽക്കഷണമുണ്ട്. യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസിയ. യസീദു യസീദു ബിത്താഅ, താഅത്ത് താഅത്ത്, യസീദു ബിത്താഅതി വയൻഖുസു ബിൽ മഅസിയതി. വയൻഖുസു യാ നൂന് ഖാഫ് സാദ്, വയൻഖുസു കുറയും, ബിൽ മഅസിയതി, ബിൽ മഅസിയതി. ഇതർത്ഥം യസീദു എന്ന് പറഞ്ഞാൽ അധികരിക്കും, താഅത്ത് അനുസരണ അല്ലെങ്കിൽ ഇബാദത്ത്. അപ്പം അനുസരണ കൊണ്ട് അധികരിക്കുകയും പാപങ്ങളെ കൊണ്ട് കുറയുകയും ചെയ്യും ഈമാൻ. താഅത്ത് കൊണ്ട് അധികരിക്കുകയും മഅസിയത്ത് കൊണ്ട് പാപങ്ങൾ കൊണ്ട് കുറയുകയും ചെയ്യും. ഓ താഅത്ത് അനുസരണ അല്ലെങ്കിൽ ആരാധന, ഇബാദത്ത് എന്തും പറയാം. വാക്കർത്ഥം അനുസരണ. അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. അത് നമുക്ക് തന്നെ മനസ്സിലാവും. നല്ല നിസ്കാരം, നല്ല സുന്നത്തുകൾ, സുന്നത്ത് നോമ്പ്, ഖുർആനോത്ത്, ദുആ, ദിക്ർ, ഇതൊക്കെ ഉള്ള സമയത്തുള്ളൊരു മാനസികാവസ്ഥയും ഇതൊന്നും ഇല്ലാത്ത സമയത്തുള്ള രണ്ടല്ലേ. അതന്നെ പറഞ്ഞത്. താഅത്തുകളെ കൊണ്ട് ഈമാൻ വർദ്ധിക്കും, മഅസിയത്ത് കൊണ്ട് ഈമാൻ കുറയും, പാപങ്ങളെ കൊണ്ട് ഈമാൻ കുറയും. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈമാനിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവൂല എന്ന് വാദിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പുറത്താക്കപ്പെട്ട ചില കക്ഷികളുണ്ട്. അപ്പൊ അവരുടെ വാദം പോലെയല്ല, ഐക്യകണ്ഠേന അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതാണ് ഈമാൻ കൂടുകയും ചെയ്യും, കുറയും ചെയ്യും. ഈമാൻ 3 തരത്തിലുണ്ട്. മലായിക്കത്തിന്റെ ഈമാൻ, അമ്പിയാക്കളുടെ ഈമാൻ, അവാമുന്നാസിന്റെ നമ്മളെ പോലത്തെ ആൾക്കാരുടെ ഈമാൻ. മലായിക്കത്തിന്റെ ഈമാന്റെ പ്രത്യേകത എന്താ? ലാ യസീദു വലാ യൻഖുസ്, കൂടൂല്ല കുറയൂല്ല. കാരണം അവർക്ക് ഷഹ്വത്തുകളില്ല. മലായിക്കത്തിന് ഷഹ്വത്തില്ല, ശാരീരിക ഇച്ഛകൾ, ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കൂടാനുമില്ല കുറയാനുമില്ല. അതുകൊണ്ടെങ്കിലല്ല എന്തെങ്കിലും നല്ല ചെയ്യേണ്ടത്, മോശം ചെയ്യലോ. പിന്നെ ഈമാനുൽ അംബിയ യസീദു വലാ യൻഖുസു, അത് വർദ്ധിക്കുകയേ ഉള്ളൂ, കുറയുകയില്ല. എന്തുകൊണ്ട് കുറയൂല? മാസിയത്തില്ല. ഒരു മാസൂമുകളല്ലേ, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ്. തെറ്റ് വരുമ്പോൾ ഈമാൻ കുറയാം. ശൈത്താൻ അവരുടെ ഖൽബിൽ പ്രവർത്തിക്കാൻ സാധിക്കൂല. അതുകൊണ്ടത് കൂടുകയുള്ളൂ, കുറയൂല. പിന്നെയോ യസീദു ബിത്താഅ വയൻഖുസു ബിൽ മഅസി, നമ്മുടെ ഈമാൻ കൂടും ചെയ്യും, കുറയും ചെയ്യും. അതുകൊണ്ട് ഒരാൾ എപ്പോഴും ഭയങ്കര ഈമാന്റെ ആ ഒരു ഉയർന്ന അവസ്ഥയിൽ എപ്പോഴും ഉണ്ടാവില്ല. അത് താഴോട്ട് മുന്നോട്ടൊക്കെ വരും. താഴോട്ട് വരുമ്പം കൂട്ടാനുള്ള പരിപാടി എന്താ? ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ. അതാണ് ഏറ്റവും നല്ല പരിപാടി. ദിക്റുള്ളയിൽ ഏറ്റവും അഫ്ദൽ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ മുതൽ. ദിക്റുള്ളയിൽ ഏറ്റവും അഫ്ദൽ തിലാവത്തുൽ ഖുർആൻ. പിന്നെ ഹദീസിലും മറ്റും വന്നിരിക്കുന്ന രാവിലത്തെ വൈകുന്നേരത്തെ മറ്റ് അദ്കാറുകളും ഒക്കെ. ശരി, അപ്പൊ ഇതാണ് ഈമാൻ. വല്ലദീന യുഅ്മിനൂന എന്ന് പറയുമ്പം ഇത് മൊത്തം മനസ്സിൽ വരണം. ഇതിനാണ് ഈമാൻ എന്ന്. ഇത് 3 ഉണ്ടെങ്കിലേ ഒരാളെ മുഅ്മിൻ എന്ന് വിളിക്കുള്ളൂ. ഏകദേശം 72-73 വിഭാഗങ്ങളായിട്ട് സമുദായം മാറിയല്ലോ. മാറിയോ? മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞല്ലോ. ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. 73 വിഭാഗമായി. 72 വിഭാഗമായി മാറിയതാരാ? ബനൂ ഇസ്രായേൽ, ജൂതൻസാറാക്കള്. എന്റെ ഉമ്മത്ത് 73 ആവുന്നാ പറഞ്ഞത്. ആ 73 ഓൾറെഡി ആയി. ആ ആയതിന്റെ എന്താ പറയാ, വാലികളായിട്ടാണ് ഇപ്പൊ ഉണ്ടാവുന്ന ഓരോരോ പുതിയത്. അല്ലാതെ അത് 73-ൽ പെട്ട പുതിയതല്ല. പുതിയതായിട്ട് ആയ കക്ഷികളുടെ എന്താ പറയാ ബാക്കി പത്രങ്ങളാണ് ഇപ്പൊ ഉണ്ടാവുന്ന
കക്ഷികളൊക്കെ. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ട് അപ്പം? അപ്പൊ അതിനൊരു വിഭാഗമാണ് മുർജിഅ. അവർ ഈമാന്റെ വിഷയത്തിൽ, ഈമാനിന്റെ നിർവചനത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരാണ്. അവർ പറഞ്ഞു ഈമാൻ അൽ അമലു ബിൽ ജവാരിഹ് ഈമാന്റെ കൂട്ടത്തിൽ പെടൂല എന്ന് പറഞ്ഞാൽ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമല്ല ഈമാൻ ഉണ്ടാവാൻ. മറിച്ച് എന്തേ ഉള്ളൂ? ഖൽബ് കൊണ്ട് സത്യമാക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും മാത്രമേ ഉള്ളൂ. മറിച്ച് എന്തില്ല? പ്രവർത്തനം ഈമാന്റെ കൂട്ടത്തിൽ പെടുത്തിക്കൂടാ. അതുകൊണ്ടാണ് നമ്മിപ്പം പെണ്ണുങ്ങളോട് അല്ല ആണുങ്ങളോട് നിര്യാണിക്ക് താഴെ എന്തിടണം? ഡ്രസ്സ് ഇടണം. അല്ല, നിര്യാണിക്ക് മുകളിലിടണം ഡ്രസ്സ്. ഇപ്പൊ നിര്യാണിക്ക് താഴെ ഇട്ടാൽ ചില ആൾക്കാർ പറയും പിന്നെ നിര്യാണിക്ക് താഴെ ഇപ്പോൾ ഈമാൻ ഖൽബിലല്ലേ. അതാണ് മുർജിഅക്കാരുടെ വാദം. കാരണം ആ പ്രവൃത്തിയെ ഈമാനായിട്ട് അവർ കാണുന്നില്ല. അപ്പൊ മുർജിഅക്കാർ അങ്ങനത്തെ ഒരു വാദം ഉന്നയിക്കാൻ തന്നെ കാരണം അമലുകളെ ഒഴിവാക്കിയത് ഹറാമുകൾ ചെയ്യാനാണ്, അനുസരണക്കേട് കാണിക്കാനാണ്. അതൊന്നും ഈമാന്റെ ഭാഗമല്ല എന്ന് വാദിച്ചത് അതിന്റെ പേരിലാണ്. പക്ഷെ മുഅ്മിൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എഴുതി എന്താണ്? എന്ത് ഈമാനിൽപ്പെട്ടതാണ്? അൽ അമലു ബിൽ ജവാരിഹ് ഈമാനിൽപ്പെട്ടതാണ്. ശരി, അപ്പൊ അല്ലദീന യുഅ്മിനൂന, ആ മുത്തഖീങ്ങൾ എങ്ങനെയുള്ളവരാണ്? അവർ സത്യമാക്കുന്നവരാണ് ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളെ. എന്താണ് ഗൈബ് കൊണ്ട് ഉദ്ദേശം? തഫ്സീറിന്റെ കിതാബുകളിൽ 3 കാര്യങ്ങളുണ്ട് ഗൈബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുവേ, പരീക്ഷയ്ക്ക് വരാതിരിക്കുവോ? ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ കുട്ടെ. എന്താ ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശം? 3 കാര്യങ്ങൾ അത് തഫ്സീറിന്റെ കിതാബുകളിൽ ഉണ്ട്. ഒന്ന് അൽ ഗൈബ് ഐ അൽ ഖുർആൻ. ഗൈബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആനാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്ന തഫ്സീറുകളിൽ കാണാം. ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. അതായത് ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങളിൽ പലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗൈബാണ്, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ അഭിപ്രായം, അൽ ഖുർആൻ. രണ്ടാമത്തെ അഭിപ്രായം അൽ യൗമുൽ ആഖിർ, അന്ത്യനാൾ. കാരണം അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബാണ്. മരണം, പിന്നെ മരണത്തിന്റെ സമയത്തുള്ള ഹദീസിൽ വന്ന ആ സംഭവങ്ങൾ, കാരണം അതൊന്നും പോയി കഴിഞ്ഞാൽ വന്ന് നമുക്ക് പിന്നെ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. നമ്മൾ ഖുർആനിലും ഹദീസിലും കേട്ട ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഖബർ, ഹിസാബ്, മീസാൻ, സിറാത്ത്, ജന്നത്ത്, നാർ, ഇതെല്ലാം അതിൽപ്പെട്ടു. അപ്പൊ അൽ യൗമുൽ ആഖിർ. മൂന്നാമത്തെ അഭിപ്രായത്തിൽ മാ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കളിച്ചുകൊണ്ടിരുന്ന മക്കൾ ആരൊക്കെയാണെന്നറിയോ? ഹസനും ഹുസൈനും, പിന്നെ ആരാ? മറ്റേ സെയ്ദ് ബിൻ സാബിത്തും ഉസാമത്ത് ബിൻ സെയ്ദും. ഇതൊക്കെ ഇതേ കളി കളിച്ചതാണ്. ഒന്ന് വിട്ട കളിച്ചോട്ടെ, ആൾക്കാരുണ്ടാവും. എന്താ പറഞ്ഞേ? ഈ 3 അർത്ഥത്തിൽ ഈ 3 ഒന്നാണ്. വ്യത്യസ്ത പണ്ഡിതന്മാര് ഈ 3 അർത്ഥങ്ങൾ പറഞ്ഞെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ ഇതെല്ലാം ഒന്നെ. മറഞ്ഞ കാര്യങ്ങൾ, നമുക്കറിയാത്ത കാണാത്ത കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ചില ഹദീസുകളിൽ കാണാം. മുആദ് ഇബ്നു ജബൽ, അതുപോലെ തന്നെ പിന്നെ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ മൻ അഅ്ദമുൻ നാസി ഈമാനൻ, ജനങ്ങളിൽ ഏറ്റവും ഉയർന്ന ഈമാനുള്ളവർ ആരാണ്? നമ്മളാണോ? സഹാബാക്കൾ അങ്ങനെ ചോദിച്ചു, നമ്മളാണോ ഏറ്റവും ഉയർന്ന ഈമാനും ഏറ്റവും വലിയ അജ്റും കൂലിയുമുള്ളവർ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെങ്ങനെയാവും? നിങ്ങളുടെ കൂടെ നബിയുണ്ടല്ലോ, വഹയി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങളല്ല, മറിച്ച് രണ്ട് ചട്ടകൾക്കുള്ളിൽ ഖുർആൻ കിട്ടുകയും അതിൽ പറയപ്പെട്ടത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം വരും. അവരാണ് ഏറ്റവും ഉയർന്ന ഈമാനുള്ളവർ. കാരണം അവർക്ക് ഗൈബല്ല, വഹയോ
റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്തോ മുഅ്ജിസത്തോ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഗൈബല്ല. കാരണം അവർക്ക് നേർക്കുനേരെ കാണല്ല, അനുഭവിക്കല്ലേ. നമുക്കത് ഗൈബാണ്. അപ്പോൾ നമ്മുടെ ഈമാനാണ് ഏറ്റവും ഉയർന്ന ഈമാൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ചെറിയ ബലഹീനതയുണ്ട്, ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. അതിന്റെ വിഷയം ഇങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഏറ്റവും ഉയർന്ന ഈമാൻ ആരുടെ ഈമാനാണ്? സഹാബത്ത് പറഞ്ഞു, അംബിയാ അല്ല മലായിക്കത്തിന്റെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, അതെങ്ങനെ? അവർ അവരുടെ റബ്ബിന്റെ അടുക്കലല്ലേ ഉള്ളത്. അപ്പൊ അവരുടെ ഈമാൻ അത്ര ആഴമല്ല. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അംബിയാക്കളുടെ. റസൂലുള്ളാഹി പറഞ്ഞു, അതെങ്ങനെ? അവർക്ക് വഹി നൽകിക്കൊണ്ടിരിക്കുകയല്ലേ, വഹി കിട്ടുന്ന ആൾക്കാർക്ക് അവരായിരിക്കും ആദം. സഹാബാക്കൾ പറഞ്ഞു, അങ്ങ് നമ്മളായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ റസൂൽ ഉണ്ടല്ലോ. എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അത് വരും കാലത്ത് വരുന്ന എന്നെ കാണാത്ത, എന്നാൽ എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. അതാണ് ഈ. അപ്പൊ നമ്മുടെ കാലത്ത് ഈ കാലഘട്ടത്തിൽ ഈമാൻ ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അഅ്ളമുന്നാസി ഈമാനൻ, അത് ഏറ്റവും ഉയർന്ന ഈമാനാണ്, ഏറ്റവും ഉയർന്ന പ്രതിഫലാർഹമായ കാര്യം കൂടിയാണ്. പിന്നൊരു കാര്യമുണ്ട്, ഇതറിയലും നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നമാണ്. ശരിയല്ല, ഞാൻ അവിടെ കാണുന്നില്ല, നിങ്ങളെല്ലാം കാണുന്നു. കൊണ്ട് നോക്കിയാൽ മതി. ശരി, നോക്കി എന്തെല്ലാം പറഞ്ഞേ? പറയുന്നാലും തിരിയുന്നുണ്ടാ? അതാണ് ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ പൊതുവെ ഗൈബ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം എന്താ? മാ ഗാബ അൻ, മറഞ്ഞിരിക്കുന്ന വസ്തു. അപ്പൊ ദീനിയായി ഖുർആനിലും ഹദീസിലും നമുക്ക് അനുഭവത്തിൽ കാണാത്ത, അറിയാത്ത എന്തൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ സത്യമാക്കുന്നവരാണ് മുഅ്മിനുകൾ. അപ്പൊ അല്ലാഹു അങ്ങനെ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് അതിനെ നിഷേധിക്കുന്നവരുണ്ടെന്ന് മനസ്സിലായി. അവിടെല്ലാം അങ്ങനെ എടുത്തു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യ കാര്യങ്ങളെ വിശ്വസിക്കുകയും സത്യമാക്കുകയും ചെയ്യുന്നവരാകുന്നു. അൽ ഈമാനു ബിൽ ഗൈബുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പ്രധാന തത്വമുണ്ട്. ലാ യഅലമുൽ ഗൈബ. നിങ്ങളെല്ലാം സലഫിയാണോ? ഇല്ലല്ലാഹ്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ ഗൈബ് അറിയാൻ സാധ്യമേ അല്ല. ഒരാളത് അറിയുമെന്ന് വിശ്വസിച്ചാൽ എന്തായി? അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, അയാൾ മുശ്രിക്കായി, മുസ്ലിം അല്ലാണ്ടായി. എന്തുകൊണ്ടറിയോ? അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകൾ അതൊക്കെ. പണ്ട് സമസ്തന്റെ മദ്രസയല്ലേ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക? അന്നങ്ങ് പഠിച്ചിട്ടുണ്ടാവും, അടി കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. പഠിച്ചിട്ടേ? ആ സിഫത്തിനെതിരാണ് ഗൈബ്. അല്ലാഹ് എല്ലാത്തവനും അറിയും എന്ന് വിശ്വസിക്കുക. മുഖാലിഫുൻ ലിൽ ഖൽഖി, അള്ളാഹിന്റെ ഒരു വാജിബായ സിഫത്ത് അതാണ്, സൃഷ്ടികൾക്ക് എതിരായിരിക്കുക. അപ്പൊ ഗൈബ് അറിയുക എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. അതൊരു മഖ്ലൂഖ് അറിഞ്ഞാൽ സൃഷ്ടിയും അള്ളാഹുവും ഒരുപോലെയായി. അപ്പൊ അള്ളാഹിന്റെ സിഫത്ത് ഇല്ലാതെയാക്കി, മുശ്രിക്കാണ്, അത് കുഫറാണ്, ഷിർക്കാണ്, ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. മാണിയൂർ ഉസ്താദിനെ അറിയാവോ? മാണിയൂർ ഉസ്താദിനെ ഗൈബ് അറിയോ? അറിയുമ്പോ പോലെയാണ് തൃക്കപ്പൂരൊക്കെ വർത്താനം. മാണിയൂർ ഉസ്താദ് അല്ല, ഒരു മഖ്ലൂഖും അറിയൂല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. പക്ഷെ ആരറിയും? പ്രവാചകന്മാർ അറിയും, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അങ്ങനെയാണ്. ഗൈബ് അള്ളാഹുവേ അറിയുള്ളൂ, അള്ളാഹു മാത്രമേ അറിയുള്ളൂ. എന്നാൽ അംബിയാ മുർസലീങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ
അറിയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അറിഞ്ഞിട്ടും ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട്. ആയിഷ ബീവി രാത്രിയാകുമ്പം റസൂലുള്ളാഹി തങ്ങളെ ശ്രദ്ധിക്കും. കാരണം എന്തുണ്ടല്ലോ, ഏറ്റവും ചെറിയ ഭാര്യയാണ്, ഏറ്റവും അധികം സ്നേഹവുമാണ്, ഏറ്റവും അധികം സ്വാതന്ത്ര്യവും ആയിഷ ബീവിക്കാണ്. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആയിഷ ബീവി ബാക്കിൽ പോയി. പോകുന്നത് മറ്റു ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ്. അപ്പൊ നേരെ പോയത് ബഖീഇലേക്കാണ്, ഖബർസ്ഥാനിൽ. ഒരുപാട് നേരം റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ആയിഷ ബീവി ബാക്കിലാണ്, അങ്ങോട്ട് വരുമ്പോൾ ആര് മുമ്പിലായി? ആയിഷ റളിയല്ലാഹു മുമ്പിലായി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ആയിഷ ബീവി നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി, പിന്നെ നബിയും സ്പീഡ് കൂട്ടി. നബിക്ക് സംഭവം മനസ്സിലായി. അപ്പൊ ആയിഷ ബീവി ഓടി, നബിയും ബാക്കിൽ ഓടി. ആയിഷ ബീവി ഓടി കിതച്ച് വന്ന് പെട്ടെന്ന് വിരിപ്പിൽ കിടന്നു, ഉറങ്ങിയ പോലെ കിടന്നു. റസൂലുള്ളാഹി വന്നിട്ട് വിളിച്ചു, യാ ആയിഷ്, ആയിഷ് എന്നാ വിളിക്കാം. ആയിഷ ആയിഷ ബീവി ഇത് വലിയ സന്തോഷത്തോടെ പറയാറുണ്ട്, എൻ്റെ നബി എന്നെ എൻ്റെ പേര് പോലും പൂർണ്ണമായിട്ട് പോലും വിളിക്കൂല, പകുതിയെ വിളിക്കുള്ളൂ സ്നേഹം കൊണ്ട്, ആയിഷ്. അപ്പൊ ആയിഷ ബീവി കണ്ണു തുറക്കുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? കിതക്കുന്നുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ നീ ഉറങ്ങിക്കൊണ്ട് കിതക്കാറുണ്ടോ? എന്നിട്ട് മിണ്ടുന്നില്ല. അപ്പൊ നബി പറഞ്ഞു, നീ എന്തിനാ വന്നതെന്ന് നീ പറയുന്നോ, അതല്ല ജിബ്രീൽ വന്ന് പറയാൻ കാത്തു നിൽക്കുന്നു. ഉണ്ടോ? ജിബ്രീൽ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കും. എന്നാൽ ആയിഷ ബീവി കണ്ണു തുറന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ വേറെ ഭാര്യമാരടുത്ത് പോകുന്നുണ്ടോ നോക്കിയതാണ്. അപ്പൊ നബി ചോദിച്ചു, ഇതെന്തൊരു സ്വാർത്ഥതയാണ് ആയിഷ. ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്താ അറിയോ? നബിയെ, എന്നെ പോലത്തെ ഭാര്യ, നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിൽ എങ്ങനെ സ്വാർത്ഥയാവാതിരിക്കാൻ? അപ്പൊ തങ്ങൾ ചിരിച്ചു. സത്യമാണ്, വേറൊന്നും പറയാനില്ല. അപ്പൊ അംബിയാ മുർസലീങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ഗൈബ് അറിയാൻ പറ്റും. ഇല്ലേ, ഒരു മഖ്ലൂഖിനും ഗൈബ് അറിയാൻ സാധ്യമല്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതുമായി ഈമാനിൽപ്പെട്ടതാണ്, അല്ല ഈമാനുൽ ഗൈബിൽ പെട്ടതാണ്. അത് അള്ളാഹ് മാത്രമേ അറിയുള്ളൂ എന്ന് വിശ്വസിക്കും. അള്ളാഹു അല്ലാത്തവർ അറിയുമെന്ന് വിശ്വസിച്ചാൽ ഒരു ശിർക്ക് ചെയ്തവനായി, മുശ്രിക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്താവും. പിന്നെയോ വയുഖീമൂന, അവർ നിലനിർത്തുകയും ചെയ്യും. നിസ്കരിക്കും എന്നല്ല, വയുസല്ലൂന എന്നല്ല, വയുഖീമൂൻ, ഇഖാമത്തുസ് സ്വലാ. ഖുർആനിൽ മുഴുവൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം നിസ്കരിക്കുക എന്നതൊരു മുസ്ലിമിന്റെ സിഫത്തല്ല. മുസ്ലിം ആകണമെങ്കിൽ നിസ്കരിച്ചേ പറ്റുള്ളൂ. മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫർ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ മനഃപൂർവ്വം ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ, ഒറ്റ നിസ്കാരം മനഃപൂർവ്വം, ബിഗൈരി ഉദ്രിൻ, കാരണങ്ങളൊന്നും ഇല്ലാതെ, ഫഖദ് കഫർ, അവൻ ആരായി? കാഫിറായി. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, എല്ലാ പണ്ഡിതന്മാരും അയാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, മുസ്ലിമീങ്ങളുടെ ഖബറിസ്ഥാനിൽ ഖബറടക്കാൻ പാടില്ല, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാനും പാടില്ല. താരിഖുസ് സ്വലാ കാഫിറാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾ കാഫിറാണ്, അല്ലാഹു കാക്കട്ടെ. ഒറ്റ നിസ്കാരം, പക്ഷെ ബിഗൈരി ഉദ്രിൻ, കാരണങ്ങളില്ലാതെ. ഇപ്പൊ സഹാബത്ത് പറയും, നമ്മുടെ കാലത്ത് ഒരു വിഷയം, ഒരു കാര്യം ഉപേക്ഷിക്കൽ കൊണ്ട് കുഫ്റാകുമെന്ന് നമ്മൾ പേടിച്ചിരുന്നുവെങ്കിൽ അത് നിസ്കാരം മാത്രമാണ്. സകാത്ത് കൊടുക്കാതിരുന്ന കാഫിറാവോ? ഇല്ല, സകാത്ത് നിഷേധിച്ചാലേ കാഫിറാവുള്ളൂ, ബാക്കിയെല്ലാം. പക്ഷെ നിസ്കാരം അങ്ങനല്ല. ഇഖാമത്തുസ് സ്വലാ, ഇഖാമത്തുസ് സ്വലാത്തിന് അല്ലെങ്കിൽ വയുഖീമൂൻ സ്വലാത്തിന് അർത്ഥം എന്താ? നമസ്കാരം. ما معنى الصلاة؟ الصلاة لغة الدعاء. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നർത്ഥം ഭാഷാപരമായി. കാരണം നിസ്കാരം മുഴുവൻ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞു, നമുക്കൊരു വലിയ വിഷയം വന്നു, എന്തെങ്കിലും ഒരു അള്ളാഹിനോട് പറയേണ്ട ഒരു പ്രയാസം ഉണ്ടായി, പെട്ടെന്ന് എന്താ ചെയ്യാ? വേഗം കൊടുത്തു, പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ടോ സാവകാശം ദുആ ചെയ്യും. അത് തെറ്റാണ്. അസ്സലാത്തു അദ്ദുആ, നിസ്കാരമാണ് ദുആ. അപ്പൊ ഏറ്റവും സാവധാനം ദുആകൾ വർദ്ധിപ്പിച്ച് ചെയ്യേണ്ട ജോലിയാണ് നിസ്കാരം. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യലല്ല, നിസ്കാരത്തിലാണ് ദുആ. ശർഈയായ അർത്ഥം എന്താ? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും കർമ്മങ്ങളും അടങ്ങിയ അമലിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിലനിർത്തും. ഇഖാമത്തുസ് സ്വലാത്തിനെ ഇബ്നു കസീർ റഹിമഹുല്ലാ, ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബാക്കളിൽ നിന്നും അതിന്റെ തഫ്സീർ പറഞ്ഞെന്താ അറിയോ? ഒന്ന്,
തഹാറത്ത് ശുദ്ധി കൃത്യമാക്കുക. നിസ്കാരത്തിന് മുമ്പുള്ള വുദൂഉം മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യുക, തെറ്റുകളില്ലാതെ ഒന്നതാണ്. അതുകൊണ്ട് ഹദീസുകളിൽ ഫഅഹ്സന വുദൂഅഹു എന്ന് വന്ന് ഒരാൾ വുദൂഅ് ചെയ്തു, അയാൾ വുദൂഇനെ നന്നാക്കുകയും ചെയ്തു, പ്രത്യേകം വന്നു ഹദീസുകളിൽ. അത് നിസ്കാരത്തിന്റെ ബാബിൽപ്പെട്ടതാണ്, നിസ്കാരത്തിൽപ്പെട്ടതാണ് ആ തത്ഹീർ, ശുദ്ധിയാക്കൽ. പിന്നെ ഇത്മാമുസ്സല, റുകൂഉകളും സുജൂദുകളും പൂർണ്ണമായും തുമഅനീനത്തോടു കൂടി ചെയ്യാം. മാ മഅന തുമഅനീന? അനക്കമടങ്ങൽ. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്രാമത്തതാ? മേമറി എത്ര ഫർളുകളിൽ എത്രാമത്തതാ തുമഅനീനത്ത്? 9-മത്തതാണ്. പഴയ മദ്രസയിൽ പഠിച്ച ഓർമ്മയാണ്, വളവക്കാട് മദ്രസയിൽ 9-മത്തതാണ് തുമഅനീന, അനക്കമടങ്ങൽ. എപ്പോഴാ അനക്കമടങ്ങുക എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാ അതിന് നമ്മൾ എന്ത് ചെയ്യുക, എന്താ പറയാ, അനക്കമടങ്ങി എന്ന് നമുക്കൊരു ബോധം ഉണ്ടാവല്ലോ. അതെപ്പോഴാ? ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന സമയമെങ്കിലും നിൽക്കുക ഇഅ്തിദാലിൽ. അതായത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ നിന്നു എന്ന് തോന്നണം, അതാണ് തുമഅനീന. റുകൂഇൽ ഒരു സുബ്ഹാനല്ലാഹി സുബ്ഹാന റബ്ബിയൽ അദീം എന്നൊരു പ്രാവശ്യമെങ്കിലും കൃത്യമായി പറയുന്ന അത്രയും സമയം നിൽക്കണം, അതാണ് തുമഅനീന, അനക്കമടങ്ങി. ഏറ്റവും കുറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം പൂർണ്ണമായിരുന്നു, പൂർണ്ണ തുമഅനീനത്തോടു കൂടി. അപ്പോൾ റുകൂഉ സുജൂദുകളെ പൂർത്തിയാക്കുക. ചില മുഫസ്സിറുകൾ പറഞ്ഞു തശഹുദും സ്വലാത്തും ദുആയും പൂർണ്ണമാക്കുക, ഇതെല്ലാം വന്നു. അതായത് നിസ്കാരം എന്താണോ അത് കൃത്യമായി അറിഞ്ഞ് നിർവഹിക്കാം. അബ്ദുല്ലാഹിൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യുഖീമൂന സ്വലാത്ത ഫീ ഔഖാതിഹാ, നിസ്കാരങ്ങളെ അതിന്റെ സമയത്ത് നിർവഹിക്കുന്നു. ഉറക്കം വരുന്നുണ്ടോ? അതായത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയ നിർണിതമാണ് നിസ്കാരം, ആ സമയത്ത് തന്നെ നിർവഹിക്കണം. സാധാരണ പടന്നയിലെ പെണ്ണുങ്ങൾ നിസ്കരിക്കൽ എപ്പോഴാ? കൊടുത്ത വേടാ? മാഷാ അല്ലാഹ്, ഔലിയാക്കളായിരിക്കും നിങ്ങൾ. പൊതുവെ നമ്മൾ കാണലെപ്പോഴാ? അസർ വാങ്കിന്റെ 5-10 മിനിറ്റ് മുമ്പ്. അത് പണ്ടല്ലേ, മാറി അൽഹംദുലില്ലാഹ്. അത് പറ്റൂല. തഅഖീറു സ്വലാത്തി അനിൽ വഖ്തി, സമയത്തെ തൊട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ കുറ്റകരമാണ്. പള്ളിയിലേക്ക് വന്നൂടെ? കിട്ടും, ഒന്ന് വന്നാൽ കിട്ടും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഉറപ്പായിട്ട് കിട്ടും. പക്ഷെ എന്തില്ല, നിർബന്ധമില്ല. വന്നിട്ടില്ലെങ്കിലും പുറക്കുന്നു, അത് കിട്ടും. പുറക്കുന്ന നിസ്കരിച്ചാലും കിട്ടുന്നത് കിട്ടും. പക്ഷെ വന്നാൽ ഖൈർ. വരരുത് എന്ന് പറയാനുള്ള അവകാശമില്ല ഇസ്ലാമിൽ. വന്നേ പറ്റൂ എന്ന് കൽപ്പിക്കാനുള്ള അവകാശമില്ല. ഇതിനേക്കാളും നന്നായിട്ട് പെണ്ണുങ്ങൾ എങ്ങനെയാ നോക്കേണ്ടത് ഇസ്ലാം? എത്ര ബഹുമാനം കൊടുത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക്. ഖൈർ. അപ്പോ എന്താ പറഞ്ഞ നമ്മള്? സമയനിർണതമായിട്ട് നിസ്കാരത്തെ നിർവഹിക്കൽ, പിന്തിപ്പിക്കൽ കുറ്റകരമാണ്. ചില തഫ്സീറുകളിൽ നിസ്കാരത്തിന്റെ മഅലൂമാത്തുകൾ അറിഞ്ഞ് നിസ്കരിക്കൽ, ശുറൂത്ത്, ഇശാനിസ്കാരം അഥവാ സമയം വൈകിയാൽ, ഒരു സമയമുണ്ടല്ലോ ബാങ്ക് കൊടുത്തിരിക്കുന്ന സമയം, ആ സമയം വൈകിയാൽ പിന്നെ പാതിരാക്കാണ് അഫ്ദൽ. 12 മണിക്ക് മുമ്പ്, നിസ്ഫുൽ ലൈലിന് മുമ്പ് അഫ്ദൽ. അത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതേ മുസ്ലിം തന്നെ ഇരുന്ന് ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ചാൽ ഖൈർ. ഇല്ല, സുബ്ഹി വരെ സമയമില്ല, നിസ്ഫുൽ ലൈൽ, പാതിരാ വരെ. അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ, പറ്റില്ല. ഇല്ല നൗമു വന്നിസ്യാൻ, മറവിയും ഉറക്കവും. ഇത് ശർഈയായ ഉദ്റാണ്. കാരണം ഇത് രണ്ടും അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങാൻ കടന്ന സമയമല്ലേ നമുക്ക് അറിയുള്ളൂ, ഉറങ്ങിയ സമയം അറിയില്ലല്ലോ. ഉറക്കം അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്, മറവിയും മാദൂറാണ്, അതിന് പ്രശ്നമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് പിന്തിപ്പിക്കുന്നത് അനുവദനീയമല്ല.
പിന്നെന്താ? നിസ്കാരത്തിന്റെ മഅലൂമാത്തുകൾ അറിയൽ ഇഖാമത്തു സ്വലാത്തിൽ പെട്ടതാണ്. നിസ്കാരം ബന്ധപ്പെട്ട ഇൽമ്, ഫുറൂ, ശുറൂത്ത്, സുനന്, ബാത്തിലാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അറിയാം. കാരണം എന്താ അറിയോ, ഒരു അമലുമായി ബന്ധപ്പെട്ട ഇൽമ് ഉണ്ടാകും. ഓ നിസ്ഫുല്ലൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിപ്പോയാൽ നിസ്ഫുല്ലൈൽ വരെ താമസിപ്പിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. രാത്രിയുടെ പകുതിക്ക് മുമ്പ് 12 മീൻസ് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. 12 ഞാൻ നാട്ടിലെ രീതി പറഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. സഹാബാക്കൾ പള്ളിയിൽ ഇരുന്ന് തൂങ്ങി ഉറങ്ങുമായിരുന്നു. അത്ര വൈകിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ വരാൻ. പിന്നെ മഅലൂമാത്തുകൾ അറിയാൽ നിസ്കാരത്തിന്റെ മസ്അലകൾ, അതിൻ്റെ സുനന്, ബാത്തിലാവുന്ന കാര്യം അതിൽ. കാരണം ഇൽമുള്ള പിന്നെ അമലുമായി ബന്ധപ്പെട്ട ഇൽമുണ്ടാകുമ്പം അമല് പൂർണ്ണാവും, ഇല്ലെങ്കിൽ അത് കുറയും. ശരി. വയുഖീമൂന അസ്സലാ, നിസ്കാരത്തിന്റെ മസ്അലകൾ വേറെ, അത് അന്വേഷിച്ച് പഠിക്കുക. വമിമ്മാ റസഖ്, അപ്പൊ 2 ഗുണങ്ങളായി. ആരുടെ? മുത്തഖീങ്ങളുടെ. ഒന്നൽ ഈമാനു ബിൽ ഗൈബ്, അവർ മുഅ്മിനീങ്ങളായിരിക്കും. മറ്റേത് അവർ മുഖീമുസ്സലായിരിക്കും, നിസ്കാരം നിലനിർത്തുന്നവരുമായിരിക്കും. പിന്നെയോ, ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ പുറത്തുനിന്ന് പുറത്താക്കണം. മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, കാരണം അയാൾ കാരണം ആ വീട്ടിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. താരിഖു സ്വലാത്തിനോട് അത്രയും വെറുപ്പാണ് അല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാൻ ഇഖാമത്ത് വിളിക്കുകയും കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി മദീനയിലെ വീടുകൾ സന്ദർശിക്കുകയും അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വീടോടുകൂടി അവരെ കത്തിച്ചു കളയണമെന്നും ഞാൻ വിചാരിക്കുന്നു. അത്ര വെറുപ്പുള്ള സംഗതിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹിനോട് ഒരു പെണ്ണുങ്ങൾ ഫത്വ ചോദിച്ചു, എൻ്റെ ഭർത്താവ് നിസ്കരിക്കൂല, താരിഖു സ്വലാത്താണ്, മനഃപൂർവ്വം ഒരുപാട് ഉപദേശിച്ചു, പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല. അപ്പൊ നമ്മൾ തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല, അത് കാരണത്താൽ ഞാൻ കുറ്റക്കാരിയാകുമോ? നിസ്കരിക്കാത്ത ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കൂല. ഇബ്നു ബാസിന്റെ ഫത്വ എന്താ അറിയോ? നീ കുറ്റക്കാരിയാവൂല എന്നല്ല, നീ എത്രയും പെട്ടെന്ന് തലാഖ് വാങ്ങിയിട്ട് വേറെ പുതിയാപ്പിള്ള നോക്കണം. കാരണം താരിഖു സ്വലാത്ത് മുഅ്മിനല്ല, കാഫിറാണ്. കാഫിറായ പുതിയാപ്പിളയും മുസ്ലിമായ ഭാര്യയും വിവാഹബന്ധം ശരിയാവൂല. അത്ര കടുപ്പാണ് നിസ്കാരം. അതുകൊണ്ടാണ് ഖുർആനിൽ യുദ്ധസമയത്ത് നിസ്കരിക്കേണ്ട സിഫത്ത് വരെ ആയത്തിറങ്ങിയത്. യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ശരി. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, മൂന്നാമത്തെ ഗുണം, അവർക്ക് നാം നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നവരാകുന്നു. 3 ചെലവുകൾ. നഫഖത്ത്, 3 നഫഖാത്ത്, 2 നിർബന്ധമായതും 1 സുന്നത്തായതും. നിർബന്ധമായത് എന്തൊക്കെയാ? നിർബന്ധമായും ചെലവഴിക്കേണ്ട എന്തൊക്കെയാ? സക്കാത്ത്, പിന്നെ നമ്മുടെ അഹ്ലിന്റെ മേലുള്ള നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് കൊടുക്കുന്നത്, ഭാര്യ, മക്കള്, നമ്മുടെ കൂടെ ഉപ്പയും ഉണ്ടെങ്കിൽ അവര്. അതാണ് നിർബന്ധമായ 2 നഫഖത്ത്. 1 മുതലിന്റെ സക്കാത്ത്, അത് പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ പൊന്നിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. ആർക്ക് കൊടുക്കും? മാപ്പിള കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ട്. നിങ്ങളെടുത്തോ, കാരണം ഇങ്ങോട്ടൊക്കെ കിട്ടുമല്ല, അത് പറ്റൂല. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ചെലവിന്റെ കീഴിലാണുള്ളത്, അവർക്ക് കൊടുക്കാൻ ശരിയാവില്ല. പക്ഷെ ഭർത്താവിന് പറ്റൂല. ഭർത്താവ് സകാത്തിന് അവകാശിയാണെങ്കിലും നമ്മൾ ഭർത്താവിന്റെ കീഴിലുള്ളവരല്ലേ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. നിങ്ങൾ ഫെമിനിസ്റ്റുകളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? മനസ്സിലായിപ്പ, വെറുതെ പറഞ്ഞേ. അത് പറ്റൂല. നമ്മൾ ചെലവിന് കൊടുക്കൽ അങ്ങനല്ല, നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർ ആരാണോ അവർക്ക് സക്കാത്ത് പറ്റൂല. ഇപ്പൊ ഭർത്താവിന് ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല, ഭാര്യക്ക് ഭർത്താവിന് കൊടുക്കാം, ഭാര്യക്ക് ഭർത്താവിന് കൊടുക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ ഒരു കേസ് ഇങ്ങനെ വന്നു. അപ്പം പിന്നെ ഒരു കുട്ട ഈത്തപ്പഴം കഫാറയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേസിന് വിധി വന്നു. അങ്ങനെ
ഭാര്യ റസൂലുള്ളാഹി തങ്ങളോട് ഭാര്യ പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിന് തന്നെ കൊടുത്തോളാം, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല. തങ്ങൾ ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു. അപ്പൊ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ഭാര്യക്ക് ഭർത്താവിന് കൊടുക്കാം, പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തുകൂടാ, ഭാര്യക്ക് കൊടുത്തുകൂടാ. പെങ്ങക്ക് നമ്മുടെ കീഴിലാണെങ്കിൽ കൊടുത്തുകൂടാ. ഇപ്പൊ എൻ്റെ പെങ്ങൾ എൻ്റെ കീഴിലാണ് ജീവിക്കുന്നെങ്കിൽ ഓക്ക് സക്കാത്ത് ഞാൻ കൊടുത്തുകൂടാ, കാരണം അതെൻ്റെ ഓൾറെഡി എൻ്റെ കീഴിൽ തന്നെ ഉള്ളതല്ലേ. അതേപോലെ തന്നെ എല്ലാവരും ഉപ്പയും ഉമ്മയായാലും നമ്മളെ കീഴിലാണെങ്കിൽ പറ്റൂല, കാരണം കീഴിലാകുമ്പം അവർക്ക് ചെലവ് കൊടുക്കാൻ നമുക്ക് നിർബന്ധമായി അല്ലാത്തവർ. പിന്നെ സൂറത്തു തൗബയിലെ 8 അവകാശികളുടെ ആയത്ത് വന്നല്ലോ, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. അത് വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ പോയി ആ ഒരു അർഹത വെച്ച് കൊടുക്കുക. അപ്പൊ നിർബന്ധമായ നഫഖത്തിൽ ഒന്ന് സക്കാത്ത്. സക്കാത്തിന്റെ ഇൽമ് ആണിനും വേണം പെണ്ണിനും വേണം. കാരണം പെണ്ണുങ്ങളിൽ എന്തുണ്ടാവും, പണക്കാരികളുണ്ടാവും, കച്ചവടക്കാരികളുണ്ടാവും. പിന്നെ ഉള്ളത് അൽ നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന്റെ മേൽ ചെലവഴിക്കൽ, ഭാര്യ മക്കൾക്ക് കൊടുക്കൽ. അതുകൊണ്ടാണ് ഒരു ഭാര്യക്ക് ഭർത്താവ് ചെലവ് തരുന്നില്ലെങ്കിൽ അവർക്ക് എന്താ അവകാശമുണ്ട്, ഫിസ്ഖ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഭർത്താവിനെ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് ചെലവിന് കിട്ടുന്നില്ലെങ്കിൽ. അത് നിർബന്ധമാണ് മൂപ്പരുടെ മേൽ. മൂന്നാമത്തേതോ സുന്നത്തായ നഫഖത്ത് എന്താ, സദഖ. അപ്പൊ ഇത് മൂന്നും അവർ ചെയ്യുന്നവരുമായിരിക്കും. നഫഖത്തിന്റെ അന്നഫഖത്തു സലാസു നഫഖാത്ത്, 3 ചെലവുകൾ. അതിൽ 2 നിർബന്ധം, 1 സുന്നത്ത്. നിർബന്ധമായത് സക്കാത്ത് കൊടുക്കലും, പിന്നെയോ അന്നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന് ചെലവഴിക്കലും. കുടുംബം മീൻസ് തനിക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരാരാണോ അവർക്ക്. ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് കൊടുക്കൽ, അത് രണ്ടും നിർബന്ധമാണ്. മൂന്നാമത്തത് സുന്ന ഐ അസ്സദഖ, ഐച്ഛികം. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം കൊണ്ടാണെങ്കിലും നരകത്തെ സൂക്ഷിച്ചോളാൻ ഹദീസിലുണ്ട്. ശരി, അടുത്ത ആഴ്ച നോക്കിക്കോളി പെട്ടെന്ന്. അല്ല, അടുത്ത ക്ലാസ്സിൽ പോകുന്ന അതാ നല്ലത്, സമയം കുറേയായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നന്നായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.